ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒഫീഷ്യൽ ട്രംപ് മെമി പ്രോജക്റ്റിനെ കുറിച്ചും അതിനുശേഷം പറയാൻ വേണ്ടി പോകുന്നത് മെലീന മെമി ടോക്കണിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം മാർക്കറ്റ് അനാലിസിസ് പറയുന്നതായിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇന്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ ടെലിഗ്രാം ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രംപും അതുപോലെ തന്നെ മെലീന ട്രംപിൻ്റെ മെമി പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ വീഡിയോയിൽ പറയുന്നതായിരിക്കും. നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഏകദേശം പ്രൈസ് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇൻവെസ്റ്റർ എന്ന രീതിയിലോട്ട് ഈ ഒരു പ്രോജക്റ്റിൽ വന്നിട്ട് ബൈ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഇനി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾ പെർപെക്ച്വലാണ് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് എന്ന രീതിയിൽ ട്രേഡാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും ഇതിൻ്റെ അകത്ത് ഈ ഒരു പ്രോജക്റ്റിൻ്റെ അകത്ത് ട്രംപ് എന്ന് പറയുന്ന ഈ ഒരു മെമി പ്രോജക്റ്റിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഓളിയോ ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പെർപെക്ച്വൽ സ്കാൽപ്പ് ചെയ്യാനുള്ള എല്ലാ അവസരവും ഉണ്ട്. അത് മാക്സിമം യൂസ് ചെയ്യുക. അവസരങ്ങൾ വളരെ കുറച്ച് മാത്രമേ കിട്ടൂ. അതുകൊണ്ട് മാക്സിമം അവസരം മുതലാക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നല്ല രീതിയിൽ ഓളിയം വേരിയേഷൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. $7 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം $45 പോയിട്ട് ഇപ്പോൾ ഏകദേശം $42. ആവറേജ് ഏകദേശം ഒരു 35-40 USD റേഞ്ചിലാണ് റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്കാൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർ പെർപെക്ച്വൽ വന്നിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടാൻ വേണ്ടി ശ്രമിക്കുക. ടൈം ഫ്രെയിം 4 മണിക്കൂർ മാത്രം യൂസ് ചെയ്യുക. അതായിരിക്കും സ്കാൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി. ഇനി അടുത്ത മെലീന മെമി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു പ്രോജക്റ്റ് ഏകദേശം മെലീന ട്രംപിൻ്റെ പേരിലുള്ളതാണ്. അതായത് നമ്മുടെ ട്രംപണ്ണൻ്റെ വൈഫ്. ഏകദേശം $4 റേഞ്ചാണ് ഇപ്പോൾ റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ $7 ആയിരുന്നു. $7 $8 റേഞ്ചിലോട്ട് പോയിട്ട് $4 എന്ന രീതിയിലോട്ട് മാർക്കറ്റ് ഡൗൺ എന്ന രീതിയിലാണ്, നെഗറ്റീവ് എന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ഏകദേശം $1 ബില്യൺ അടുപ്പിച്ചുണ്ട്. ഏകദേശം $774 മില്യൺ ആണ്. പക്ഷേ നമ്മുടെ ട്രംപ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് മെമി പ്രോജക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. 8.5 ബില്യൻ്റെ മാർക്കറ്റ് ക്യാപ്പാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ബില്യണും മില്യൺ എന്ന രീതിയിലോട്ട് പെട്ടെന്ന് മാർക്കറ്റ് ക്യാപ്പ് വന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് 2020 ടൈമാണെന്നാണ് എൻ്റെ ഓർമ്മ, US ഇലക്ഷൻ ടൈം കഴിഞ്ഞ ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു FTX എക്സ്ചേഞ്ച് ഉറപ്പായിട്ടും FTT ടോക്കൺ പ്രൈസ് കൂടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് കേട്ട് കഴിഞ്ഞാൽ, നമ്മുടെ FTX എക്സ്ചേഞ്ചിൻ്റെ ഓണർ എന്ന് പറയുന്ന സാം ബാങ്ക്മാൻ ചെയ്ത പരിപാടി എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ, അതായത് ഓരോ കോൺട്രാക്റ്റ് ക്രിപ്റ്റോയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ ഫണ്ട് ഡൊണേഷൻ ചെയ്തു. ക്രിപ്റ്റോ എന്ന ഫോർമാറ്റിലാണ് US പ്രസിഡന്റ് ഇലക്ഷൻ ടൈം കഴിഞ്ഞ തവണ എന്ന് പറയുന്ന ഫണ്ട് കൂടുതലായിട്ട് അവർ ചെയ്തത്. കാരണം ഡയറക്റ്റ് ആയിട്ടുള്ള പണയിടപാടിന് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ ക്രിപ്റ്റോ യൂസ് ചെയ്ത്. അതേ സെയിം ഫോർമാറ്റ് തന്നെയാണ് ഇപ്പം ട്രംപ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം ബില്യൺ US മാർക്കറ്റ് ക്യാപ്പ് ഒഫീഷ്യൽ ട്രംപ് എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റിൻ്റെ അകത്ത് വന്നിട്ടുള്ളതും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേരിലുള്ള മെലീന ട്രംപ് എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റിൻ്റെ അകത്തും $777 മില്യൺ വെർത്തായിട്ടുള്ള മാർക്കറ്റ് ക്യാപ്പ് വന്നിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ രണ്ടിൻ്റെ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൊളാന കോൺട്രാക്റ്റിൻ്റെ അകത്താണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സൊളാന കോൺട്രാക്റ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും $180 എന്നാണ് പെട്ടെന്ന് ഏകദേശം $296 എന്ന റേഞ്ചിലോട്ട് ചേഞ്ച് ആയതും, അതിനുശേഷം ഡൗൺ എന്ന രീതി 231 വന്നിട്ട് വീണ്ടും $258 എന്ന രീതിയിൽ നിൽക്കുന്നത്. കാരണം രണ്ട് പ്രോജക്റ്റിൻ്റെയും കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൊളാനയിലാണ്. അതുകൊണ്ട് തന്നെയാണ് അത്രയും വോളിയം ഡിമാൻഡ് ചേഞ്ച് ആയതനുസരിച്ച് നമ്മുടെ സൊളാനയുടെ പ്രൈസും ഹൈ എന്ന രീതിയിലോട്ട് പെട്ടെന്ന് വേരിയേഷൻ വന്നത്. ഓക്കെ, ഇനി നമുക്ക് മാർക്കറ്റിലോട്ട് പോകാം. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രീതിയേക്കാൾ കൂടുതൽ ഫോളോ ചെയ്യേണ്ടത് പെർപെക്ച്വലിൽ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. താല്പര്യമുള്ളവർ ട്രൈ ചെയ്യുക. സൊളാനയുടെ പ്രൈസ് വീണ്ടും ഹൈയിലോട്ട് പോകുമെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ട്രംപ് പ്രോജക്റ്റ് അതുപോലെ തന്നെ മെലീന ട്രംപ് ഈ രണ്ട് മെമി പ്രോജക്റ്റിനനുസരിച്ചിട്ട് വീണ്ടും ഹൈയിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിൻ്റെ വോളിയം കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം പെട്ടെന്ന് തന്നെ വീണ്ടും നമ്മുടെ സൊളാനയ്ക്കകത്ത് നല്ല രീതിയിൽ വോളിയം ഉണ്ട്, വീണ്ടും പുതിയ ഹൈ നോക്കി പോകുന്നതായിരിക്കും. പക്ഷേ ബിറ്റ്കോയിൻ്റെ പ്രൈസും അതുപോലെ തന്നെ ഗോൾഡിൻ്റെ പ്രൈസും ഹൈ ട്രെൻഡ് എന്ന രീതിയിൽ നിൽക്കണം അതേസമയം, എങ്കിൽ മാത്രമേ മാർക്കറ്റ് മുന്നോട്ട് പോവുകയുള്ളൂ. ഇനി അടുത്ത് ബിറ്റ്കോയിൻ്റെ പ്രൈസിലോട്ട് വരാം. ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. 4 മണിക്കൂർ ടൈം ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തത കിട്ടും. ഏകദേശം ഡൗൺ എന്ന രീതിയിലോട്ട് മാർക്കറ്റ് 99,000 വന്നിട്ട് വീണ്ടും ഹൈ എന്ന രീതിയിലോട്ട് $109,000 പോയി 4 മണിക്കൂർ ടൈം ഫ്രെയിം വെച്ചിട്ടാണ്. അടുത്ത് വീണ്ടും മാർക്കറ്റ് $100,000 റേഞ്ചിലോട്ട് വന്നു. വീണ്ടും ഹൈ എന്ന രീതിയിൽ ഒരു $7,000 പോയി വീണ്ടും ഏകദേശം
1,05,000 റേഞ്ചിലാണ് നമ്മുടെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് നിൽക്കുന്നത്. വേരിയേഷൻ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ എന്ന രീതി ഒരു 6,000-7,000 ഡൗണിലോട്ട് വരുന്നു, വീണ്ടും ഹൈയിലോട്ട് പോകുന്നു, വീണ്ടും 7,000 ഒരു 7,000-6,000 ആവറേജ് വ്യത്യാസത്തിലാണ് നമ്മുടെ മാർക്കറ്റ് ബിറ്റ് കോയിൻ്റെ പ്രൈസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മറ്റുള്ള പ്രോജക്റ്റ് അങ്ങനെ വൻ രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ടോ ആൾട്ട് കോയിൻസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അത്ര വലിയ രീതിയിൽ തന്നെ ഹൈ എന്ന രീതിയിലോട്ട് മാർക്കറ്റ് ചേഞ്ച് ആയിട്ടില്ല. പക്ഷേ ബിറ്റ് കോയിൻ്റെ പ്രൈസിൻ്റെ അകത്ത് നല്ല രീതിയിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. എന്നാൽ ഗോൾഡിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഏറ്റവും ടോപ്പ് എന്ന ഹൈ നോക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡേ ചാർട്ട് എടുക്കാം കേട്ടോ. ഏകദേശം അപ് ട്രെൻഡ് തന്നെയാണ്. ഏകദേശം നമ്മുടെ 24-ാം തീയതി തൊട്ട് ഡിസംബർ 24 തൊട്ട് ഇന്ന് വരെയുള്ള ഡേറ്റ് അനുസരിച്ച് പ്യൂർ ആയിട്ടുള്ള അപ് ട്രെൻഡ് നോക്കിയാണ് നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗോൾഡിൻ്റെ പ്രൈസ് അപ് ട്രെൻഡ് അല്ലെങ്കിൽ സൈഡ് വേസ് നിന്നാലും ബിറ്റ് കോയിൻ്റെ പ്രൈസ് വീണ്ടും പുതിയ ഹൈയിലോട്ട് പോകാൻ വളരെ ഈസിയാണ്. ഓക്കെ, ബിറ്റ് കോയിൻ്റെ പ്രൈസ് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും പുറകെ ഹൈ എന്ന രീതിയിലോട്ട് വരുന്നതായിരിക്കും. എന്നാൽ സൊളാന, അതുപോലെ തന്നെ XRP, അതുപോലെ തന്നെ നമ്മുടെ കാർഡിനോ, ഇങ്ങനത്തെ ചില പ്രോജക്റ്റ് പെട്ടെന്ന് ഹൈ എന്ന രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് നമ്മുടെ സൊളാനയുടെ ഗ്രോത്ത് ആണ്. സൊളാനയുടെ ഗ്രോത്ത് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ട്രംപ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്മാർട്ട് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ഡിമാൻഡ് കൂടിയതാണ്. അതുകൊണ്ട് ഹൈ എന്ന രീതിയിലോട്ട് ഇനിയും സൊളാന പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊളാനയ്ക്കകത്ത് നല്ല രീതിയിൽ വോളിയം ഉണ്ട്. അതുകൊണ്ട് സ്കാൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സൊളാനയ്ക്കകത്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ മറ്റുള്ള പ്രോജക്റ്റ് ഇപ്പോൾ ഷിബയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഡൗൺ എന്ന രീതിയിലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് സെയിം സിറ്റുവേഷൻ തന്നെയാണ്. അത്ര വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മുടെ ഡോജി കോയിനിൽ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഡോജി കോയിനൊക്കെ $1 ആണ് ലോങ് ടൈമിന് വേണ്ടി ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. താല്പര്യമുള്ളവർ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മറ്റുള്ള പ്രോജക്റ്റ് വലിയ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ആൾട്ട് കോയിൻസിന് എടുത്ത് നോക്കിയാലും അതേ സെയിം പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. വലിയ ഗ്രോത്ത് ഒന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ MXC ഏകദേശം $3 വന്നിട്ട് വീണ്ടും ഒരു 73 സെൻറ്റ് പെട്ടെന്ന് ഡൗൺ വന്നിട്ട് വീണ്ടും ഹൈയിലോട്ട് വന്നിട്ടുണ്ട്. അയോട്ടയും ഏകദേശം ഡൗൺ എന്ന രീതിയിൽ തന്നെയാണ്. 0.32 ആണ്. നേരത്തെ ഏകദേശം 0.42 വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് മറ്റുള്ള ആൾട്ട് കോയിൻസ് ഒന്നും വലിയ രീതിയിൽ ഹൈ എന്ന രീതിയിലോട്ട് വേരിയേഷൻ വന്നിട്ടില്ല. വെയിറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ നമ്മുടെ ജിയോ പ്രോജക്റ്റിനെ കുറിച്ച് പറയുന്നതായിരിക്കും. ജിയോ കോയിനെ കുറിച്ച് കുറച്ച് പേർ കേട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതായിരിക്കും. ഇനി ലൈറ്റ് കോയിൻ്റെ അകത്ത് വേരിയേഷൻ വന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് കോയിൻ 140 വന്നിട്ടുണ്ട്, ഇപ്പം 116 ആണ്. ഇനി ബിറ്റ് കോയിൻ്റെ പ്രൈസും ഗോൾഡിൻ്റെ പ്രൈസ് ഹൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് പുതിയ ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. അതനുസരിച്ച് ലൈറ്റ് കോയിൻ ആവട്ടെ ടോപ്പ് ആയിട്ടുള്ള പ്രോജക്റ്റിൽ പ്രൈസ് വേരിയേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അതനുസരിച്ച് നിങ്ങൾക്ക് സ്കാൽപ്പുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാൽപ്പിയുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള റിസ്ക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. 200% വരെ നിങ്ങൾക്ക് റിവാർഡ് പ്രതീക്ഷിക്കാം. റിസ്ക് എന്ന് പറയുന്നത് ഒരു 200-250% ആണ്. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. ഇനി സ്കാൽപ്പ് ചെയ്യാനുള്ളവർക്ക് സ്കാൽപ്പ് ചെയ്യാവുന്നതാണ്.